നമസ്കാരം. NH-66 മലപ്പുറം ജില്ലയിൽ കൂരിയാട് ഇന്നലെ നടന്നിട്ടുള്ള ആ വലിയ ഒരു സംഭവം, അതായത് NH-66 ഒന്നായി ഭൂമിയിലേക്ക് ഇരുന്നു പോയ ഒരു സംഭവം. അതായത് പാടത്ത് ഒരു ഉറപ്പുമില്ലാത്ത ചെളിയില് മണ്ണിട്ട് പൊന്തിച്ച് രണ്ട് സൈഡും കട്ട വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുമെന്ന ഒരു മണ്ടൻ ബുദ്ധി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ KNRCന്റെ ഒക്കെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക ടെക്നോളജി. ഇവിടെയുള്ള ഏത് മരപ്പൊട്ടനും ഏതൊരു സാധാരണക്കാരനും ആർക്കും അറിയാം, ചെളിയിൽ ഒരു കല്ല് വീണ് കഴിഞ്ഞാൽ കല്ല് താഴ്ന്നു പോകും, ചെളി സൈഡിലേക്ക് പോകാം. അപ്പൊ എന്തോ ആയിക്കോട്ടെ, ഏതായാലും ആ രീതിയിൽ പടുത്ത് പൊന്തിച്ച് മണ്ണിട്ട് തോർത്തു. ഒരൊറ്റ മഴയിൽ ആ മണ്ണ് നനഞ്ഞ് കുതിർന്നു കഴിഞ്ഞപ്പോഴേക്ക് മണ്ണൊരൊറ്റ ഇരിപ്പ് നേരെ താഴേക്ക്. അടിയിലുള്ള ചെളി, മീറ്റർ കണക്കിനുണ്ടായിരുന്ന ചെളി ഭൂമിയുടെ അടിയിലൂടെ തെന്നി മറ്റൊരു ഭാഗത്തേക്ക് മാറി പാടമായിരുന്ന ഒരു ഭാഗം ഒരു മലയായി രൂപാന്തരപ്പെട്ടു. നമ്മൾ കണ്ടതാ കഴിഞ്ഞ ദിവസം 3 കാറുകൾ പെട്ടു, മുഴുവൻ പൊളിഞ്ഞു. റോഡിന്റെ ഒരു സൈഡ് മൊത്തം പൊളിഞ്ഞു, ബാക്കിയുള്ള ഭാഗം മുഴുവൻ വിള്ളലായി. സർവീസ് റോഡ് ഏകദേശം ഒരു 1.5 മീറ്ററോളം വീതി കൂടിയതല്ല കേട്ടോ, റോഡ് സൈഡിലേക്ക് തെന്നി മാറിയതാണ്. കാരണം ഈ ചെളീന്റെ കൂടെ സർവീസ് റോഡും കൂടെ പോയി. ഏതായാലും ഒരു വലിയ ഒരു സംഭവമായിരുന്നു അത്. മാധ്യമങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തു. ഇനി എന്തൊക്കെ പറഞ്ഞാലും അവിടെ ഒരു പുനർനിർമ്മാണ പ്രവർത്തനം മാത്രമേ നടക്കൂ, മെയിൻ്റനൻസ് നടക്കൂല. ആ നിലയിൽ അവിടെ നടന്നു. ഇങ്ങനെ ഒരു സംഭവം നടക്കും എന്നുള്ളത് ഇതിന് മുമ്പ് തന്നെ അവിടെ നാട്ടുകാർ പറഞ്ഞാണ് കേട്ടോ. പണി തുടങ്ങുന്നതിന് മുമ്പ് KNRCയോടും അല്ല ബന്ധപ്പെട്ട ആൾക്കാരോടും എല്ലാവരോടും പറഞ്ഞതാണ്, ഇവിടുത്തെ മണ്ണിന്റെ അവസ്ഥ ഇതാണ്, കിണർ കുടിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം, ഇവിടെ പണിയെടുക്കുന്നവർ ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് നിങ്ങളെ പണി ഇവിടെ നടക്കൂല, ഇതാകെ പണിയാകും, നിങ്ങൾക്ക് തന്നെ പണിയാകും എന്നൊന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞെന്നറിയോ? പണ്ട് സിനിമയിൽ എന്തോ പറഞ്ഞ പോലെ, ഞങ്ങൾ പോളിടെക്നിക്കിൽ കുറെ പഠിച്ചതാണ്, ഇതൊക്കെ ഞങ്ങൾ കുറെ കണ്ടതാണ് എന്ന ഡയലോഗാണ് അടിച്ചത്. ഏതായാലും ആ ഡയലോഗിന്റെ ഫലമാണ് ചെറിയൊരു മഴയിലൂടെ ഇവിടെ കണ്ടത്. ഇന്നലെ ഞാൻ എന്റെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചൊന്നും അല്ല, ഇന്ന് അതിന്റെ ഡബിള് അവിടെ പ്രശ്നമായിട്ടുണ്ട്. കുറെ കട്ടയൊക്കെ ഇടിഞ്ഞു പോയി. ഞാൻ അത് പറയാനല്ല വന്നത്. അത് ഇടിഞ്ഞു, നമുക്കത് മുഴുവൻ ഇടിച്ച് പൊളിച്ച് കളഞ്ഞൊരു വയഡാക്ട്, ഒരു പാലം പണിഞ്ഞ് പ്രശ്നം പരിഹരിക്കാം. ഇനി ഒരു പക്ഷെ KNRC കുറച്ച് പൈസ നഷ്ടം വന്നാലും ടോളിലൂടെ നമ്മളിൽ നിന്ന് തന്നെ പിടിച്ച് അവർക്ക് ഇത് എടുക്കാം. അവിടെ നിൽക്കട്ടെ. തൊട്ടടുത്ത് തലപ്പാറ, ഏതാണ്ട് ഒരു 3-4 കിലോമീറ്റർ ഇപ്പുറത്ത് തലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തും പാടമാണെന്നും ഇതുപോലെ മണ്ണിട്ട് ഉയർത്തിയതാണെന്നും അവിടെയും ഇത് സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്നും പറഞ്ഞിരുന്നു. ആ വാർത്ത ചെയ്ത് മണിക്കൂറുകൾക്കകം അവിടെ നിന്ന് അത്തരത്തിലൊരു റിപ്പോർട്ട് വന്നു. പാടത്ത് പണിഞ്ഞ് ഹൈവേയിൽ, ഉയരത്തിൽ പണിഞ്ഞ ഹൈവേയിൽ വിള്ളൽ കണ്ടു എന്ന്. ആ റിപ്പോർട്ട് വന്നതല്ല പ്രധാനം. ലോകത്ത് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു ആധുനിക ടെക്നോളജി KNRCയോ അല്ലെങ്കിൽ ആരാന്ന് വെച്ചാൽ ആ റോഡ് പണിയുടെ ഉത്തരവാദിത്തമുള്ളവർ ആരാന്ന് വെച്ചാൽ അവർ കണ്ടെത്തി എന്നുള്ളതാണ്. അതൊരു വലിയ ഒരു മഹാസംഭവമാണ്. നമുക്ക് ആ സംഭവം ഒന്ന് കാണാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? റോഡിന്റെ സെന്ററിൽ ഇടിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു വിള്ളൽ, ആദ്യമായിട്ടൊരു വിള്ളൽ ഉണ്ടാക്കുകയാണ്. അതില് സൂപ്പർ ഗ്ലൂ കലക്കി പാരുകയാണ്. ഞാൻ അങ്ങനെ പറയുന്നത് എന്ത് ഭാഷയാണ് പാരുന്നത് എനിക്കറിയില്ല. ആൾക്കാരുടെ പ്രതിഷേധവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഈ മുകളിൽ ആ ടാർ തമ്മിൽ ഒട്ടിച്ച് സൂപ്പർ ഗ്ലൂ പോലെ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ വലിയ മണ്ണിടിച്ചിൽ ഒഴിവാക്കാമെന്നൊരു മഹാനായ ആരോ ഒരാൾ ഈ ഒരു പാവം ഹിന്ദിക്കാരനോട് പറഞ്ഞു. അവൻ അത് വളരെ വ്യക്തമായി അവിടെയുള്ള നാട്ടുകാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, മണ്ണൊന്നായി ഇടിഞ്ഞു പോകാൻ പോകുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം കൂരിയാടത്ത് സംഭവിച്ചോ അത് തന്നെ ഇവിടെ സംഭവിക്കാൻ പോകണം. അതാണ് ഈ ഒരു ടിന്ന് ഈ പറയുന്ന പശയിൽ തീർക്കാൻ പോണത്. പശ കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ ആ വിള്ളൽ മുഴുവൻ തിരികെ ഒട്ടി അവിടെയുള്ള ഇട്ടിട്ടുള്ള മണ്ണ് മുഴുവൻ ഒന്നായി ഒരൊറ്റ കല്ലായി അങ്ങനെ നിലനിൽക്കും. പിന്നെ മണ്ണ് താഴേക്ക് പോലെ അങ്ങനെയല്ല ആയിരിക്കും. അല്ല, ഞാൻ പറയുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പശ കലക്കി ഒഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് ഈ ഒരു ഹിന്ദിക്കാരൻ, ഈ ഒരു ബംഗാളി, ഇയാളങ്ങ് കലക്കി ഒഴിക്കുകയാണെന്നുള്ള ചിന്ത ഒന്നും വേണ്ട. അങ്ങനെ ആരെങ്കിലും വെറുതെ വന്നിട്ട് അങ്ങനെ കലക്കി ഒഴിക്കുന്നൊന്നും അല്ല. ഇത് ആരോ കൃത്യമായ നിർദ്ദേശം കൊടുത്തു, ഇവിടെ പരിശോധിക്കാൻ വരുന്ന സമയത്ത് അവിടെ ഓട്ട കാണരുത്, അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും ഒന്ന് അടച്ച് ഒന്ന് പരിഹാരം ഉണ്ടാക്കാൻ. ഞാൻ ചോദിച്ചോട്ടെ, ഇരുട്ട് കൊണ്ട് ഓട്ട അടച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ, ഇരുട്ട് കൊണ്ട് ഓട്ട അടയ്ക്കാന്നുള്ളത്. ഇവിടെ ഈ തലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത്, കൂരിയാടിന് ഏകദേശം 3-4 കിലോമീറ്റർ അപ്പുറത്താണ് ഈ തലപ്പാറ എന്ന് പറയുന്നത്. ഈ തലപ്പാറയില് ഇതുപോലെ പാടത്ത് മണ്ണിട്ട് പൊന്തിച്ച ഈ സ്ഥലത്ത് മണ്ണ് ഇരിക്കാൻ തുടങ്ങുമ്പോൾ സർവീസ് റോഡിന്റെ ഭിത്തിയൊക്കെ തകർന്നിട്ടുണ്ട്. ഇപ്പോഴും വാഹനം ഓടിക്കൊണ്ടിരിക്കുക. ഇവിടെ NHന്റെ പണി നടക്കുന്ന സമയത്ത് വാഹന ഗതാഗതം പല ഭാഗത്തോട് തിരിച്ചുവിടാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. പണി മുടങ്ങാതെ തന്നെ വാഹന ഗതാഗതം നടത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ഗതി അതല്ല. ഗതാഗതം മുടങ്ങിയിരിക്കുകയാണ്. നേരത്തെ ആ പ്രദേശത്തുള്ള നാട്ടുകാർ മുഴുവൻ ഈ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് പറഞ്ഞത് കേൾക്കാത്തതിന്റെ കുഴപ്പമാണ്, പോളിടെക്നിക്കിൽ പഠിച്ചതിന്റെ കുഴപ്പമാണ്. ഏതായാലും ഇപ്പോൾ നാട്ടുകാർ വെള്ളം കുടിക്കുന്നു. ഈ KNRCയിലും ആരായാലും അവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് പഠനം നടത്തിയാൽ മതി, മറ്റെന്ത് ചെയ്താലും മതി. ഇവിടെ നേരത്തെ ഈ റോഡ് പണി നടക്കുമ്പോൾ ഗതാഗതം ഒരു വശത്തേക്ക് അല്ലെങ്കിൽ സർവീസ് റോഡിലൂടെയെങ്കിലും ഒക്കെ നടന്നിരുന്നുവെങ്കിൽ
പൂർണ്ണമായും ഗതാഗതം മുടങ്ങി എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പൊ തൃശ്ശൂർ ഭാഗത്തുനിന്ന് എയർപോർട്ടിലേക്ക് വരുന്നവർ കുടുങ്ങി, അതുപോലെ കക്കാട് ഭാഗത്തുള്ളവർ കുടുങ്ങി. കാരണം സർവീസ് റോഡ് മാത്രമാണ് ആശ്രയം. വെറും ഒരു ചെറിയൊരു സർവീസ് റോഡിലൂടെ 2 ലോറി അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കൂടുന്ന മണിക്കൂറുകളാണ് പോയത് അവിടെ. കാരണം തിരിച്ചെടുക്കാൻ പറ്റില്ല, അത്രത്തോളം ഗതാഗത കുരുക്ക് അവിടെ ഉണ്ടാകുന്നുണ്ട്. അതായത് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. നേരത്തെ സാഹചര്യം അല്ലത്. അതുകൊണ്ട് വലിയ കളി കളിക്കരുത്. നാട്ടുകാർ ഒരുപക്ഷെ പ്രകോപിതരായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഓട്ടയടക്കലൊന്നും തൽക്കാലം വേണ്ട. പൊളിച്ചിട്ട് പാലം പണിയനെടുത്ത് പാലം പണിയാ, അതാ വേണ്ടത്, അത് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഉള്ള ചെളി മാന്തി കളഞ്ഞിട്ട് ഉറച്ച തറയിൽ നിന്ന് പണി കോൺക്രീറ്റ് ചെയ്ത് കെട്ടി ഉറപ്പിച്ച് കൊണ്ടുവരിക, അതായിരുന്നു വേണ്ടിയിരുന്നത്. ആ സ്ഥാനത്ത് കുറെ ചളിയിൽ, മീറ്ററുകളോളം ആഴമുള്ള ചെളിയിൽ അതിന്റെ മുകളിൽ മണ്ണിട്ട് ചെയ്തതിന്റെ ഒരു ഫലമാണ്. അത് ചെയ്യരുത് എന്ന് ആ നാട്ടുകാർ വളരെ ശക്തമായി ആവശ്യപ്പെട്ടതാണ്. ചില ഭാഗങ്ങളിൽ കേസ് പോലും ഉണ്ട്, കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. എന്നിട്ട് പോലും അത് പരിഹരിക്കാതെ പണിതതിന്റെ ഒരു പരിണിത ഫലമാണ് ഈ കാണുന്നത്. എന്നിട്ട് ഇന്നലെ കൂരിയാട് ഇടിഞ്ഞ് ഗതാഗതം മുടങ്ങിയ ശേഷം തൊട്ടിപ്പുറത്ത് 4 കിലോമീറ്റർ തലപ്പാറയിൽ ഈ രീതിയിൽ വിള്ളലുണ്ടായപ്പോ കുറച്ച് പശ കലക്കി ഒട്ടിക്കാണ് തോന്നുന്നു. നമ്മൾ ഈ തുപ്പൽ ഒട്ടിച്ചിട്ട് പണ്ട് പേപ്പർ ഒട്ടിക്കുമല്ലോ, അതുപോലെയാണ് ഈ പണി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആരെങ്കിലും ഒന്നും പറയാത്തത് ചെയ്യില്ലല്ലോ, ആരെ കാണിക്കാനാണ് ഇത്? കാസർഗോഡും ഇതുപോലെ പൊട്ടിയെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്, സർവീസ് റോഡൊക്കെ ഒലിച്ചു പോയി എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അതെന്താണ് അവസ്ഥ എന്ന് അറിയാൻ വയ്യ, പോയി കണ്ടിട്ടില്ല. പക്ഷെ തലപ്പാറയിൽ ഇത് സംഭവിക്കുന്നു ഇന്നലെ ഡിഫറെന്റ് ആംഗിൾസിൽ പറഞ്ഞിരുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇനി ഒരു സ്ഥലത്ത് കൂടി സംഭവിക്കാനുണ്ട്, കോട്ടയ്ക്കൽ പാലം അല്ലാത്ത ഭാഗത്ത് പാടത്ത് ഇതുപോലെ മണ്ണിട്ട് റോഡ് പണിതിട്ടുണ്ട്. അവിടെ സർവീസ് റോഡ് പോലുമില്ല. അതുകൊണ്ട് ഇടിഞ്ഞു വീഴുന്നത് റോഡ് തന്നെയായിരിക്കും. അതാണ് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഞങ്ങൾ പോളിടെക്നിക്കിൽ പഠിച്ച് വലിയ ശാസ്ത്രീയതയാണ് റോഡ് ഉണ്ടാക്കുന്നത് എന്ന് അവകാശപ്പെടുന്ന കേരനാസി ഇന്ന് പോളിടെക്നിക്കും പോയി, എല്ലാം പോയി, അവിടെയുള്ള നാടൻ ഒരു ആശാരിയുടെ പോലും വിവരമില്ലാത്ത രീതിയിൽ പണിതു വെച്ച റോഡിലൂടെ വാഹനം ഓടിക്കാൻ കഴിയാതെ നാട്ടുകാർക്കും അതുപോലെ കേരനാസിക്കും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി മാറിയ ഒരു സാഹചര്യം. അത് കാണുമ്പോൾ കണ്ടാൽ പഠിച്ചില്ലെങ്കിൽ കൊണ്ടാൽ പഠിക്കുമെന്ന ചൊല്ലാണ് ഓർമ്മ വരുന്നത്. Different angles. Don't forget to subscribe and support this channel.